അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൂവണിയാൻ, നമ്മുടെ ഹാജത്തുകളൊക്കെ പെട്ടെന്ന് നിറവേറാൻ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയ ഒരു ഇസ്ലാമിക ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെയാണല്ലോ നമുക്ക് എല്ലാ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും, ഇനി ആഗ്രഹങ്ങൾ പൂവണിയാനാണെങ്കിൽ അങ്ങനെ, രോഗങ്ങൾ ശിഫയാകാനാണെങ്കിൽ അങ്ങനെ, എല്ലാവിധ മരുന്നും നമ്മുടെ പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. അപ്പോൾ ഈ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലൂടെ, കാരണം നമ്മൾ ഈ റജബ് മാസത്തിൽ കുറേ നന്മകൾ ചെയ്താൽ അതിനൊക്കെ ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാരിക്കോരി തരുന്നത്. എന്നാൽ നമ്മളൊരു തിന്മ ചെയ്താൽ അതിനും അതുപോലെ തന്നെ ഇരട്ടി പാപങ്ങൾക്കുള്ള കുറ്റവും നമുക്ക് അള്ളാഹു നമ്മുടെ ഏടുകളിൽ എഴുതി വെക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ നല്ല കാര്യം ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ഈ മാസത്തിൽ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്നതിന് വേണ്ടി ഈ റജബ് മാസത്തിലെ വ്യാഴാഴ്ച ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പായിട്ടോ സൂറത്തു ഇഖ്ലാസ്, നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു സൂറത്താണല്ലോ സൂറത്തു ഇഖ്ലാസ്. ചെറുപ്പം മുതലേ നമ്മൾക്ക് കാണാപ്പാഠമുള്ള സൂറത്ത് ആണല്ലേ. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടാവണം നമ്മൾ ഓതേണ്ടത്. ശേഷം നമ്മുടെ ആവശ്യം എന്താണോ, ആഗ്രഹം എന്താണോ, അത് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തരുക തന്നെ ചെയ്യും. അപ്പോൾ ഈ സൂറത്തിനെ വ്യാഴാഴ്ച രാവിലോ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പായിട്ടോ 1000 പ്രാവശ്യം നമ്മുടെ ഉദ്ദേശം വെച്ചിട്ട് ഹാജത്തുകൾ വീടണം എന്നുള്ള ആവശ്യം, നമ്മുടെ ലക്ഷ്യം നിറവേറണം, നമ്മുടെ മുറാദ് ഹാസിലാകണം എന്ന് കരുതിയിട്ട് നല്ല നിയ്യത്തോടു കൂടി നമ്മൾ ഓതി പൂർത്തിയാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യം ഏതെങ്കിലും മാർഗത്തിലൂടെ നമുക്ക് നടന്നു കിട്ടും. പിന്നെ നമ്മൾ ഈ സൂറത്തിനെ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓതുന്നതിന് മുമ്പായിട്ട് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. നമുക്ക് കിട്ടണ എത്ര സ്വലാത്തുമാണെങ്കിലും കുറഞ്ഞത് 11 തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലിയിട്ട് 1000 സൂറത്ത് ഇഖ്ലാസ് ഓതുക. അത് നമുക്ക് ഓരോ പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഒരു സൂറത്ത് ഇഖ്ലാസ് ഓതുകയാണെങ്കിൽ നമ്മളത് ആത്മാർത്ഥമായിട്ട് ഓതുക. അല്ലാതെ ഒരു തജ്വീദിൻ്റെ നിയമമൊന്നും ഇല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ പെട്ടെന്ന് ഓതാതെ തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഓതുക. ശേഷം അങ്ങനെ 1000 തവണ നമ്മൾ പൂർത്തിയാക്കിയതിന് ശേഷം, ഒറ്റയടിക്ക് പൂർത്തിയാക്കണം എന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, വ്യാഴാഴ്ച രാവിലെ തുടങ്ങിയിട്ട് ജുമുഅക്ക് മുമ്പായിട്ട് നമ്മൾ പൂർത്തിയാക്കിയാൽ മതി. ശേഷം നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. നമ്മുടെ ആവശ്യം എന്താണോ അത് നിറവേറാൻ വേണ്ടിയിട്ട് അള്ളാഹുവിലേക്ക് ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. കാരണം എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ എൻ്റെ ഇന്ന ആവശ്യം നിറവേറുന്നതിന് വേണ്ടി ഞാൻ ഈ സൂറത്ത് ഇഖ്ലാസ് 1000 തവണ അള്ളാഹുവിലേക്ക് ഞാൻ ഓതി. അപ്പോൾ ഞാൻ എൻ്റെ ഈ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട്, നമ്മൾ സുന്നത്ത് നിസ്കരിച്ചുമ്പോൾ നമ്മൾ നിയ്യത്ത് വെക്കൂലേ. അപ്പോൾ ഉസല്ലി സുന്നത്ത റക്അത്തൈനി മുതവജ്ജിഹിൻ ഖിബ്ലത്തി അദാഅ ലില്ലാഹി തആല.
അങ്ങനെ നിയ്യത്ത് വെച്ചാലും മതി. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ശേഷം നമ്മൾ ഈ 1000 തവണ പൂർത്തിയായതിന് ശേഷമാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത്. ശേഷം നമ്മൾ 11 സ്വലാത്ത് നമ്മൾ എത്രയാണോ തുടക്കത്തിൽ നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലിയിട്ടാണോ തുടക്കം കുറിച്ചത് അത്രയും സ്വലാത്ത് ശേഷവും ചൊല്ലുക. പിന്നെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു, 11 സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ട് തുടക്കം കുറിച്ചു. ചുരുങ്ങിയത് 11 ആണ് കേട്ടോ. പിന്നെ 21 ആവാം, 41 ആവാം. ഒറ്റ നിർത്തണം കേട്ടോ. അപ്പോൾ ഒറ്റ സംഖ്യയിൽ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 11 നമ്മൾ തുടങ്ങിയത് ഇനി 11 തന്നെ 11 സ്വലാത്തിൽ അവസാനിപ്പിക്കുക. നമ്മൾ ഈ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് സലാം വീടിയിട്ട് നമ്മൾ ഈ 11 സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് 2 കരങ്ങൾ ഉയർത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യം പൂർത്തിയാക്കി തരും. ഒരു സംശയവും വേണ്ട. വേഗത്തിൽ തന്നെ ഒറ്റയടിക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൂവണിയാൻ ഇത് കാരണമാകും. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചെയ്തു നോക്കി നമ്മുടെ ഹാജത്തുകൾ വീടാൻ വേറൊരു മാർഗവും വേണ്ട. ഇങ്ങനൊന്ന് ചെയ്തു നോക്കി. ഈ വ്യാഴാഴ്ച രാവിലോ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പായിട്ടുമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ മാത്രമല്ല ഈ മാസം പറയണത് വളരെയധികം പവിത്രമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട മാസവുമാണല്ലോ. ഉടനടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകും. നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യാം. ഇനി നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെത്താനെ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരും അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവേ എൻ്റെ ഈ ആവശ്യം നീ പൂവണ്ണ് തരണേ, നിറവേറ്റി തരണേ. പാപിയാണല്ല, ദോഷിയാണല്ല, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, മുറാദുകളുണ്ട്. അള്ളാഹുവേ നീ നിറവേറ്റി തരണേ റബ്ബേ. നീയാണ് വലിയവൻ, നീ അല്ലാതൊരു ഇലാഹില്ല റബ്ബേ. അള്ളാഹുവേ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ഇന്നാലിന്ന ആവശ്യം നീ പൂർത്തിയാക്കണേ എന്ന് അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ആവശ്യം നിറവേറ്റി തരും ഇൻഷാ അല്ലാഹ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.